ഇന്നത്തെ എൻ്റെ ക്ലാസ്സിൻ്റെ അകത്ത് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ന്യൂസിലൻഡോസ്കിയിലെ ഏർലി വാർണിംഗ് സ്കോർ. ന്യൂസിലൻഡോസ്കി അറ്റൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ന്യൂസിലൻഡോസ്കിയിലെ ഏർലി വാർണിംഗ് സ്കോർ, ഇത് ന്യൂസിലൻഡോസ്കിക്കാർ അവരുടെ സൈറ്റിൽ ഉള്ള ഏർലി വാർണിംഗ് സ്കോറാണ്. ഇതാണ് നിങ്ങൾക്ക് ന്യൂസിലൻഡോസ്കിക്കകത്തുള്ള സ്റ്റേഷൻസിനകത്ത് ഞാൻ സ്റ്റേഷനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ന്യൂസിലൻഡോസ്കിയെ കുറിച്ച് സീരീസ് ഓഫ് വീഡിയോ ഇടുന്നുണ്ട്. എല്ലാ സ്റ്റേഷൻസും എങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നത്, എന്താണ് ആ സ്റ്റേഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളുടെ ഫിസിയോളജിക്കൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനുണ്ട്. ഫിസിയോളജിക്കൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷൻ്റെ അകത്ത്, അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഏർലി വാർണിംഗ് സ്കോർ ഫില്ലപ്പ് ചെയ്തിട്ട് എസ്കലേഷൻ നടത്തുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ടോപ്പിക് ഞാൻ ഫിസിയോളജിക്കൽ അസസ്മെൻറ്റിനെ കുറിച്ച് അതിലേക്ക് പറയാൻ പോകുന്നത് ഈ ചാർട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഞാൻ ഈ ചാർട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കാം, ഈ ചാർട്ടിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട പാർട്സ് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട എസ്കലേഷൻ സ്ട്രാറ്റജീസ് ഞാൻ മെൻഷൻ ചെയ്തു തരാം. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ CBT കുറിച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഓസ്കി, UK ഓസ്കി, അതുപോലെ തന്നെ ഐറിഷ് ആപ്റ്റ്യൂഡിനെ കുറിച്ചുള്ള വീഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ ന്യൂസിലൻഡോസ്കി ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ന്യൂസിലൻഡോസ്കിയിൽ സപ്പോർട്ട് ആവശ്യമുള്ളവർ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ബേസിക്കലി ഒരു 4 വർഷമായിട്ട് UK ഓസ്കി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഐറിഷ് ആപ്റ്റ്യൂഡ് ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയൻ ഓസ്കി തുടങ്ങിയ കാലം മുതൽ ഓസ്ട്രേലിയൻ ഓസ്കി ചെയ്യുന്നുണ്ട്. ഒരു 99 to 100% സക്സസ് റേറ്റിൽ ആൾക്കാരെ ജയിപ്പിക്കുന്നുണ്ട്. അപ്പം എനിക്ക് എൻ്റേതായ ഒരു സ്ട്രാറ്റജിയിലാണ് ഞാൻ ഈ ഓസ്കി ചെയ്യുന്നത്. അപ്പം ആ ഒരു പോയിന്റിൽ എനിക്ക് ആൾക്കാരെ ജയിപ്പിക്കാൻ പറ്റുന്നുണ്ട്. കാരണം എൻ്റെ ഒരു സ്ട്രാറ്റജി വളരെ സക്സസ്ഫുൾ ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഫൈൻഡിങ്. സ്ഥിരമായിട്ട് കുട്ടികൾ വരുന്നുണ്ട്, ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട്. നിങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പം നമ്മുടെ ഏർലി വാർണിംഗ് സ്കോറിലേക്ക് പോകാം. ഫിസിയോളജിക്കൽ അസസ്മെൻറ്റ് ഷീറ്റിൻ്റെ അകത്ത് ഫിസിയോളജിക്കൽ അസസ്മെൻറ്റ് സ്റ്റേഷൻ്റെ അകത്ത് നിങ്ങൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ ചാർട്ട് എസ്കലേറ്റ് ചെയ്യണം, പ്ലാൻ എസ്കലേറ്റ് ചെയ്യണം. എസ്കലേറ്റ് ചെയ്യുമ്പോൾ ഈ ഇതിനകത്ത് സ്കോർ എഴുതി എസ്കലേറ്റ് ചെയ്യുന്നു. ഈ കളർ കോഡിങ് അത് ഇമ്പോർട്ടൻറ്റ്. കളർ കോഡിങ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഈ ചാർട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഫർദറായിട്ട് കളർ കോഡിങ്ങിൻ്റെ കാര്യമൊക്കെ പറയാം. ഓക്കെ, നോക്കിക്കോളുക. ഇതിൻ്റെ ഏറ്റവും ഇടത് വശത്താണ് ഡെമോഗ്രാഫിക് ഡേറ്റ എനിക്ക് ഭാഗത്തായിട്ട് വരുന്നത്. അപ്പോൾ പേഷ്യൻ്റെ ഫാമിലി നെയിം, ഗിവൺ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, NHI നമ്പർ, അതുപോലെ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റൽ നമ്പർ പോലുള്ള സെറ്റപ്പാണ് അവിടെ. അതുപോലെ ഇവിടെ തന്നെ വൈറ്റൽ സയൻസ് ഉണ്ട്, അതുപോലെ റെസ്പിറേറ്ററി റേറ്റ് ഉണ്ട്, ഡ്രഗ്സ് പെർ മിനിറ്റ്, അതുപോലെ തന്നെ റെസ്പിറേറ്ററിൻ്റെ തൊട്ട് താഴെ ഓക്സിജൻ ഉണ്ട്, ഓക്സിജൻ സാച്ചുറേഷൻ എഴുതണം, ഹാർട്ട് റേറ്റ് ഉണ്ട്. ഫർദർ ഡൗണിൽ നമ്മൾ പോകുന്നത് ബ്ലഡ് പ്രഷർ ഉണ്ട്, ഫർദർ ഡൗണിൽ ടെമ്പറേച്ചർ ഉണ്ട്, ലെവൽ ഓഫ് കോൺഷ്യസ്നസ് ഉണ്ട്, ഏർലി വാർണിംഗ് സ്കോർ ടോട്ടൽ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ താഴെ ഫർദർ കോളം, ഇവിടെ ഒരു സൈൻ ചെയ്യുന്ന ഒരു കോളം ഉണ്ട് കേട്ടോ. അടുത്ത പേജിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ പേഷ്യൻ്റ് ഡെമോഗ്രാഫിക് ഡേറ്റ. ഓക്കെ, അതുപോലെ ഇതാണ് എസ്കലേഷൻ പ്രോട്ടോകോൾസ്. ഫർദർ ഡൗണിൽ മോഡിഫിക്കേഷൻ പ്രോട്ടോകോൾസ് ഉണ്ട്. അതുപോലെ ഫർദർ ഡൗണിൽ നമുക്ക് നമ്മളുടെ നോട്ട് ഫോർ CPR, നോട്ട് ഫോർ RRT. അപ്പം ഈ 2 സംഭവങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിത് കളർ കോഡിങ്ങിനാണ് പറഞ്ഞത്. കളർ കോഡിങ് എന്ന് വെച്ചാൽ 4 കളർ കോഡാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യും. ബ്ലൂ ഉണ്ട്. ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് മെഡിക്കൽ എമർജൻസി റെസ്പോൺസ്, മെറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ റെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ ലെവൽ റെസ്പോൺസ് ആണ്. അതുപോലെ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗസ് ഓഫീസർ അല്ലെങ്കിൽ SHO ലെവൽ റെസ്പോൺസ്. യെല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഴ്സ് ഇൻചാർജ് NIC അല്ലെങ്കിൽ നഴ്സ് മാനേജർ ലെവൽ റെസ്പോൺസ്. അവർക്കാണ് എസ്കലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിക്കകത്തല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നു. നമുക്ക് സ്കോർ എടുക്കുന്നു. സ്കോറിനകത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ പർട്ടിക്കുലർ ആൾക്കാരെ വിളിച്ചു വരുത്തണം. അതായത് അലേർട്ട് ടീം മെമ്പേഴ്സിനെ വിളിച്ചു വരണം. ആ ഒരു പോയിന്റിലാണ് ഈ സ്ട്രാറ്റജി സ്റ്റേഷൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഈ സ്ട്രാറ്റജിയിലോട്ട് ഈ ചാർട്ടിനെ കുറിച്ച് കിട്ടിയെന്നാണ് തോന്നുന്നത്. അതായത് കളർ കോഡിങ്ങിൻ്റെ കാര്യം. നമുക്ക് ഇതിനകത്ത് ചാർട്ടിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ കളർ കോഡിങ് ഇവിടെ കണ്ടോ. ഇവിടെ നമുക്ക് ഞാൻ റെസ്പിറേറ്ററി വെച്ചിട്ട് ആദ്യം പോകുന്നു. റെസ്പിറേറ്ററി നിന്ന് കഴിയുമ്പോൾ 12 to 20 ഉണ്ട്. അപ്പോൾ അത് വൈറ്റ് സോണാണ്. വൈറ്റ് സോൺ വെച്ചാൽ OK ആണ്. അത് വേറെ പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ യെല്ലോ സോൺ ഉണ്ട്, കുറച്ചുകൂടി പ്രശ്നമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് നോക്കുന്നത് റെഡ് സോൺ ആണ്, കുറച്ചൊരു പ്രശ്നമാണ്. മുകളിൽ താഴെ റെഡ് സോൺ കിടപ്പുണ്ട്. പിന്നെ ഓറഞ്ച് സോൺ ഉണ്ട്, പിന്നെയും പ്രശ്നമായി. ആൻഡ് ബ്ലൂ സോൺ എന്ന് വെച്ചാൽ ഫർദർ പേഷ്യൻ്റ് സീരിയസ്ലി ഇല്ലായിരിക്കുന്നുണ്ട്. ഇതാണ് ഏർലി വാർണിംഗ് സ്കോർ. ഇവിടെ ഈ നടുഭാഗത്ത് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് സോൺ ഒക്കെ സംഭവം OK ആണ്, 0 സ്കോറാണ്. ഇത് എസ്കലേറ്റ് ചെയ്യേണ്ട, നമ്മൾ തന്നെ മോണിറ്റർ ചെയ്താൽ മതി. എസ്കലേഷനൊന്നും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് അടുത്ത് നോക്കിക്കുകയും ഓക്സിജനും അതുപോലെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ വലതുവശത്തും എൻ്റെ സ്കോറിങ് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് മൊത്തം 1, 2, 3, 4, 5, 6, 7, 8, 9
ഫർദർ 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ 9 18 കോളംസ് അവിടെ കിടക്കുന്നു. 18 പ്രാവശ്യം നമുക്ക് ഈ ചാർട്ട് ഫില്ല് ചെയ്യാം. നമുക്ക് സാധാരണ അവിടെ വരുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ വാല്യൂസ് അവിടെ കിടപ്പുണ്ടെങ്കിൽ അതുമായിട്ട് നമ്മളൊന്ന് ഇത് ചെയ്തോണം, അതായത് കണക്ട് ചെയ്തോണം. എന്ന് പറഞ്ഞ് ഗ്രാഫ് ചെയ്യണം വെള്ളക്കാരൻ എന്ന് പറയുന്ന പേര്. ഇനി നമുക്ക് ചാർട്ട് ചെയ്യുന്ന എങ്ങനെ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോണം. ചാർട്ട് ചെയ്യുന്നത് നോക്കിയേ, വൈറ്റൽ സയൻസ്. ഇപ്പോൾ ഡേറ്റ് എഴുതുന്നത് നമുക്ക് തീയതി മാസം എഴുതണം, അല്ലാതെ നമുക്ക് ഇയർ ആവശ്യമില്ല. ഫർദർ ഡൗൺ ടൈം 24 hours. 24 hours ആകുമ്പോൾ നമുക്ക് എക്സാമ്പിൾ 10 മണി, 11 മണി, 12 മണി, 13 മണി. അപ്പോൾ 12 മണി കഴിഞ്ഞിട്ട് 1 മണിയല്ല, 13 മണി, 14 മണി, 15 മണി, 16 മണി. പെട്ടെന്ന് തന്നെ നമുക്ക് ടൈം ഓൾറെഡി പ്രീസെറ്റ് വാല്യൂ തന്നിരിക്കും. സാലറിക്കകത്ത് ഇത്ര സമയം ഇത്ര മണിക്ക് തന്നിരിക്കും. അപ്പം അത് തന്നിരിക്കുമ്പോഴത്തേക്കും നമ്മൾ എത്ര മണിക്കാണെന്നുള്ളത് നമ്മൾ നോക്കി ചാർട്ട് ചെയ്തെടുത്തോണം. അപ്പോൾ അതിനകത്ത് 24 hours സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് PM AM എന്ന് എഴുതിക്കാൻ പാടില്ല. അത് നമ്മൾ ഇന്ത്യ മാത്രം യൂസ് ചെയ്യുന്നത്, വേറെ ഒരു രാജ്യക്കാർ യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ ആലോചിച്ച് ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് ഒരു രാജ്യക്കാർ യൂസ് ചെയ്യുന്നില്ല. അതിന് തൊട്ട് താഴെ റെസ്പിറേറ്ററി റേറ്റ് ആണെങ്കിൽ നോക്കിക്കൊള്ളുക. റെസ്പിറേറ്ററി റേറ്റ് ഇവിടെ സ്കോറിങ് വരുന്നുണ്ട് 12-20 ഓക്കെയാണ്. അപ്പോൾ നമുക്ക് റെസ്പിറേറ്ററി റേറ്റ് അവിടെ എഴുതുന്നത് റൈറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ പേഷ്യൻ്റ് റെസ്പിറേറ്ററി റേറ്റ് 14 വെച്ചോളൂ. 12-നും 20-നും ഇടയ്ക്കുള്ള 14 നമ്മൾ എഴുതി വയ്ക്കും. ഓക്കെ. അതുപോലെ തന്നെ അതിൻ്റെ ഫർദർ ഡൗണിൽ റെസ്പിറേറ്ററി വാല്യൂവിൻ്റെ തൊട്ട് താഴെ നമുക്ക് പേഷ്യൻറ്റിന് ഓക്സിജൻ സാച്ചുറേഷൻ റൂമേറാണ് ടിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഓക്സിജൻ ഉണ്ടെങ്കിൽ നമുക്ക് ലിറ്റേഴ്സ് പെർ മിനിറ്റ് നമുക്ക് എത്രയെന്ന് എഴുതാം. എക്സാമ്പിൾ നീസൽ കോൺസ് ആണ് 2 liters per minute എന്ന് എഴുതാം. മാസ്ക് ആണ് 6 liters, അങ്ങനെ നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും. ഫർദർ ഡൗണിൽ ഓക്സിജൻ സാച്ചുറേഷൻ പേഷ്യൻ്റ് ഓക്സിജൻ സാച്ചുറേഷൻ നോക്കിയിട്ട് വൈറ്റ് സോൺ ആണ്, ഓക്കെയാണ്. ഇതൊക്കെ എസ്കലേഷൻ പ്രോട്ടോക്കോൾ കയറി വരും. അപ്പോൾ നമുക്കിവിടെ പർട്ടിക്കുലർ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് വാല്യൂ ഇവിടെ എഴുതി വെക്കണം. ഫോർ എക്സാമ്പിൾ പേഷ്യൻ്റെ വാല്യൂ 98 ആണെങ്കിൽ ഇവിടെ 98 എന്ന് എഴുതണം. ഇപ്പോൾ 95 4 എന്ന് എഴുതണം, 94 എഴുതി വെക്കണം. അപ്പോൾ എഴുതി വെക്കുക ചെയ്യുന്നത്, ഡോക്ടർ അല്ല, അത് ഓർത്തോണം കേട്ടോ. അതുപോലെ ഫർദർ ഡൗൺ നമുക്ക് ഹാർട്ട് റേറ്റ് ഉണ്ട്. ഹാർട്ട് റേറ്റിൻ്റെ അകത്ത് വാല്യൂസ് വൈറ്റ് സോൺ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹാർട്ട് റേറ്റിനകത്ത് വേണം ഇൻറ്റു ഇട്ട് വയ്ക്കുക ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ ഈ സ്കെയിലിൻ്റെ പുറത്ത് ഹാർട്ട് റേറ്റ് കയറുവാണെങ്കിൽ, ഇപ്പോൾ 140 പുറത്ത് കയറുവാണെങ്കിൽ അത് നമുക്ക് എഴുതി വെക്കണം. പക്ഷേ നമുക്ക് ഓസ്കിക്ക് അതൊന്നും പ്രസക്തിയില്ല. ഓസ്കി ഇതിനകത്തുള്ള വാല്യൂസ് വരുമ്പോൾ ഇപ്പോൾ ഇൻറ്റു ഇട്ട് വെക്കുക. നമുക്ക് പർട്ടിക്കുലർ സ്ഥലത്ത് ഇൻറ്റു ഇട്ട് വെക്കുക. എക്സാമ്പിൾ ഒന്നാണ് ഇവിടെ ഇൻറ്റു വെച്ചു, കുഴപ്പമില്ല. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറിൻ്റെ അകത്താണെങ്കിൽ നോക്കിക്കുക. ബ്ലഡ് പ്രഷർ നമുക്ക് ഇവിടെ വൈറ്റ് സോൺ ആണെങ്കിൽ ഓക്കെയാണ്. എന്നിട്ട് താഴോട്ട് യെല്ലോ സോൺ വരുന്നുണ്ട്, റെഡ് സോൺ വരുന്നുണ്ട്, ബ്ലൂ സോൺ വരുന്നുണ്ട്, മുകളിലേക്ക് റെഡ് സോൺ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്ലഡ് പ്രഷർ നോട്ട് ചെയ്യുന്നത് നമുക്കിങ്ങനെ ഈ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ രീതിയിൽ ഡോട്ട് ലൈൻസിൻ്റെ അറ്റത്ത് 2 ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലോട്ട് ഒരു ആരോ മാർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരും. ഇവിടെ ആരോ ഉണ്ട്, ഇവിടെ ആരോ ഉണ്ട്, ഏതാണ് എക്സ്പ്രഷൻ എടുക്കുന്നത്? എക്സ്പ്രഷൻ സിസ്റ്റമിക് വാല്യൂ മാത്രമേ എക്സ്പ്രഷൻ എടുക്കുള്ളൂ, വേറെ ആസിഡിക് വാല്യൂ നമുക്ക് പ്രസക്തിയില്ല. അപ്പോൾ നമുക്ക് പേഷ്യൻ്റെ വാല്യൂ ഫോർ എക്സാമ്പിൾ 210/100. അപ്പോൾ ഈ വെള്ളക്കാർ എന്ന് പറയുന്നത് 210/100 എന്നല്ല, 210/100 എന്നാണ് വെള്ളക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ 210/100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് 210 എസ്കലേഷൻ വേണ്ട. ഓക്കെ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സംഭവം പ്രശ്നമാണല്ലോ, പക്ഷേ അവരുടെ പോളിസി പ്രകാരം അവർക്ക് പ്രശ്നമില്ല. നമുക്ക് അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ പോളിസി യു ജസ്റ്റ് ഗോ വിത്ത് ദാറ്റ് പോളിസി. അപ്പോൾ നമ്മുടെ പോളിസിയിട്ട് നമ്മൾ അന്വേഷിക്കുക പാടില്ല. നമുക്ക് പോളിസി ഉണ്ടെന്ന് വലിയ സംശയമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫർദർ ഡൗൺ നോക്കിക്കോളൂ. ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഉണ്ടാവും വൈറ്റ് സോൺ കിടക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് യെല്ലോ സോൺ കിടക്കുന്നുണ്ട്, അതുപോലെ ഓറഞ്ച് സോൺ കിടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എമർജൻസി റെസ്പോൺസ് വരുന്നില്ല ഈ ടെമ്പറേച്ചറിൻ്റെ അത്. കാരണം ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ കൂടി നെറ്റ് വിളിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവരുടെ സ്ട്രാറ്റജി. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻറ്റു ആണ് ഇടുന്നത് കേട്ടോ. ഇവിടെ കൊണ്ട് ഇൻറ്റു ഇട്ട് വെച്ചിരിക്കുന്നത്, ആ ഇൻറ്റു ആണ് നമ്മൾ ഇടുന്നത്, അത് ശ്രദ്ധിച്ചാൽ മതി. ഫർദർ ഡൗൺ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് നമുക്ക് അലർട്ട്, വോയിസ്, പെയിൻ, അൺറെസ്പോൺസീവ്, അതായത് ACVPU എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ടിക്കറ്റ് വെക്കുന്നത് ഇവിടെ കണ്ടോ. ഇവിടെ നമുക്ക് ഏതാണ് കിട്ടുന്ന ടിക്കറ്റ്? വൈറ്റ് സോൺ ടിക്കറ്റ് നമുക്ക് ഓക്കെ എന്നുള്ള അലർട്ടാണ്. ഓക്കെ. വോയിസ്, പെയിൻ ചെറിയ പ്രശ്നം, അതുപോലെ അൺറെസ്പോൺസീവ് ആണെങ്കിൽ ബ്ലൂ എസ്കലേഷനോട്ട് വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കോർ ചെയ്തെടുക്കണം. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ യെല്ലോ കിട്ടിക്കഴിഞ്ഞാൽ ആ യെല്ലോ സ്കോർ ചെയ്യുക, അങ്ങനെ അടുത്ത് സ്കോർ ചെയ്യുക, അങ്ങനെ സ്കോർ ചെയ്ത് നമുക്ക് ഈ വാല്യൂ എടുക്കാം. വാല്യൂ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ അടിയിൽ കോളോട്ട് സൈൻ ഇടാൻ വേണ്ടി. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് വാല്യൂ എല്ലാം കൂട്ടിയെടുത്തതിന് ശേഷം നമ്മൾ അടുത്ത പേജിലോട്ട് പോവുക. അടുത്ത പേജിലോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഈ നമ്മുടെ ഡെമോഗ്രാഫിക് ഡാറ്റ ഉണ്ട്. ഈ ഡെമോഗ്രാഫിക് ഡാറ്റ 2 സ്ഥലത്തുണ്ട്. അത് നിങ്ങളുടെ ചാർട്ടിൽ ഓൾറെഡി റീഫില്ലായിട്ട് തരും, അല്ലെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ച് തരും. പക്ഷേ നിങ്ങൾ ഫയലുമായിട്ട് ചെറിയൊരു ബ്ലൂ ഫയൽ പോലത്തെ ഒരു ഫയൽ ക്ലിക്കൽ നോട്ട് പോലത്തെ ഫയൽ നിങ്ങൾക്ക് തരും. ആ ഫയലുമായിട്ട് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ അടുത്ത സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാൻഡേറ്ററി എസ്കലേഷൻ പാത്ത് ചെയ്ത്. അപ്പോൾ എസ്കലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെസ്റ്റേൺ സെറ്റപ്പിലല്ല, ന്യൂസിലൊക്കെ സെയിം ആണ്. നിങ്ങൾ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ഇല്ല. അപ്പോൾ നിങ്ങൾ ഡോക്ടർ വേണമെങ്കിലോ അല്ലെങ്കിൽ ടീം മെമ്പേഴ്സ് വിളിച്ച് വെക്കണം. അപ്പോൾ അതിനുവേണ്ടി ഗൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു സ്കോറിംഗ് സിസ്റ്റം.
അപ്പോൾ നമുക്ക് ഇപ്പം ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് പേഷ്യൻ്റ് യെല്ലോ സോൺ ആണെങ്കിൽ യെല്ലോ സോൺ ആണെങ്കിൽ തന്നെ മാനേജ് ചെയ്യും, പ്രത്യേകിച്ച് മോണിറ്ററിങ് ചെയ്യേണ്ട മാനേജ് ചെയ്യുക. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് നേഴ്സ് ഇൻചാർജിനെയാണ് വിളിച്ചു വരുന്നത്. നേഴ്സുമാർക്ക് തന്നെ മാനേജ് ചെയ്യുക. നമ്മുടെ ഇൻചാർജിനെ വിളിച്ചു വരുന്നത് ഫ്രീക്വൻസി സെപ്പറേഷൻ കൂട്ടണം. അതുപോലെ പേഷ്യൻ്റെ സാച്ചുറേഷനും ഡിസ്ട്രസ് ഒക്കെ മാനേജ് ചെയ്യണം, ആൻസൈറ്റി ഒക്കെ മാനേജ് ചെയ്യണം. അത്രയും പരിപാടിയേ ഉള്ളൂ. 1 to 5 വരുവാണെങ്കിൽ നമുക്ക് പേഷ്യൻ്റ് യെല്ലോ സോൺ വരും. ഓറഞ്ച് സോൺ ആണെങ്കിൽ SHO അല്ലെങ്കിൽ ഹൗസ് ഓഫീസർ ആണ് നമ്മൾ വിളിച്ചു വരുന്നത്. ഹൗസ് ഓഫീസർ വിളിച്ചു വരുമ്പോൾ അതിന് താഴെയുള്ള ആൾക്കാരെ വിളിച്ചു വരുന്നത് നഴ്സിംഗ് ഇൻചാർജിനെ പാർട്ടിലെല്ലാം വിളിക്കണം, താഴെയുള്ള ആൾക്കാരെ വിളിക്കണം. റെഡ് വന്നിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ ലെവൽ ഡോക്ടേഴ്സാണ് വിളിച്ചു വരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ആൾക്കാർ SHO വിളിക്കണം, അതുപോലെ തന്നെ നമ്മുടെ നഴ്സിനെ വിളിക്കണം. പിന്നെ ഫ്രീക്വൻസി സെപ്പറേഷൻ കൂട്ടണം, ICU ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് തയ്യാറെടുക്കണം. അതുപോലെ തന്നെ വൈറ്റൽ സയൻസ് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. എമർജൻസി റെസ്പോൺസ് ആണെങ്കിൽ പേഷ്യൻറ്റിന് എമർജൻസി റെസ്പോൺസ് നമ്മുടെ ബ്ലൂ കോഡാണ്, ബ്ലൂ കോഡ് വിളിക്കുക. അതുപോലെ തന്നെ നമുക്ക് എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ നമ്മൾ പേഷ്യനെ മാനേജ് ചെയ്യാനായിട്ട് റെഡിയാക്കുക. പല സാധനങ്ങൾക്ക് എസ്കലേഷനായിട്ട് വരുന്നത്. അതുപോലെ അതിന് തൊട്ട് താഴെ വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. ഇതിന് തൊട്ട് താഴെ വരുന്ന ഈ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോഡിഫിക്കേഷൻസ് ആണ്. മോഡിഫിക്കേഷൻസ് നമുക്ക് എല്ലാ രാജ്യക്കാരും മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയക്കാരെ കുറച്ച് കൂടുതലായിട്ട് മോഡിഫൈ ചെയ്യുന്ന മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻ്റ് ഒരു ക്രോണിക് കണ്ടീഷനാണ് ഉള്ളത്, അല്ലെങ്കിൽ ഈ പേഷ്യൻ്റ് ഇപ്പോൾ ഒരു എൻഡ് ഓഫ് ലൈഫ് പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള സെറ്റപ്പ് ആണെങ്കിൽ നമ്മൾ പിന്നെ ഓരോ പ്രാവശ്യം വാല്യൂ വയ്ക്കുമ്പോൾ പിന്നെ നമ്മൾ ഇത് എസ്കലേറ്റ് കൺസേൺ ആൾക്കാർ രജിസ്ട്രാറെ ഡോക്ടറെ ഒന്നും വിളിച്ച് വരുത്തേണ്ട ആവശ്യമില്ല. കാരണം അത് സംഭവം ഒരു എൻഡ് ഓഫ് ലൈഫ് പോലത്തെ സെറ്റപ്പാണ് വെച്ചുള്ളത്. വേറൊരു സെനാരിക്കകത്ത് അവർക്കറിയാം ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ പേഷ്യൻ്റ് BP ഹാർട്ട് റേറ്റ് ഒക്കെ കൂടുതലാണ്, അത് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ പിന്നെ അവർ വിളിച്ച് വരുത്തിയിട്ട് അവർക്കൊന്നും ചെയ്യാനില്ല. കാരണം ടേക്ക് എ വൈൽ ടു കം ബാക്ക് ടു നോർമൽ. അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉള്ള സമയത്ത് നമ്മൾ മോഡിഫൈ ചെയ്യും. അപ്പോൾ ഈ 2 രാജ്യക്കാരെ കൂടുതലായിട്ട് മോഡിഫൈ ചെയ്യുന്നു. UK ചെയ്യുന്നുണ്ട്, അയർലൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതലായിട്ട് ചെയ്യുന്ന ഓസ്ട്രേലിയയാണ് ചെയ്യുന്നത്. പിന്നെ അതിനേക്കാളത്ത് ന്യൂസിലൻഡും അതേ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു നമ്മുടെ മോഡിഫിക്കേഷൻ സൈൻ ഇട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇഗ്നോർ ദ മോഡിഫിക്കേഷൻസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് സൈൻഡ് ആൻഡ് ഡേറ്റഡ് ആണെങ്കിൽ ഇഗ്നോർ ചെയ്ത് കളഞ്ഞാൽ മതി, ഇത്രേ ഉള്ളൂ. അതിന് തൊട്ട് താഴെ ഡു നോട്ട് CPR, ഡു നോട്ട് RRT ഉണ്ട്. ഈ 2 സാധനങ്ങൾ അവിടെ ടിക്കറ്റ് തന്നിട്ട് നമ്മൾ പേഷ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് ഹോസ്പിറ്റൽ റോളുമില്ല. ഹോസ്പിറ്റൽ നമുക്ക് ഈ സംഭവം നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. കാരണം അത്തരം പേഷ്യൻസിനെ നമുക്ക് ഹോസ്പിറ്റൽ കിട്ടത്തില്ല. അപ്പം നമുക്ക് ഇതെങ്ങനെ ഒരു പേഷ്യൻറ്റിന് നമുക്ക് ഈ ഫിസിയോളജിക്കൽ അസസ്മെൻറ്റ് ഷീറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഫില്ലപ്പ് ചെയ്യുക. അപ്പം ഞാൻ സാധാരണ സ്റ്റുഡൻസിനോടൊക്കെ അഡ്വൈസ് ചെയ്യുന്നത്, നിങ്ങൾ ഫിസിയോളജിക്കൽ അസസ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വാല്യൂസ് ഇപ്പോൾ ഒരു ബുക്ക് തരും, ഒരു കുഞ്ഞു ബുക്ക് തരും. ആ ബുക്കിൻ്റെ അകത്ത് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അവരുടെ ഹാൻഡ് ബുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ബുക്കിൻ്റെ അകത്തേക്ക് എഴുതിയിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വാല്യൂസ് ഒക്കെ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ മെഷീനെ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വാല്യൂ എഴുതുന്നു. അത് പേഷ്യൻ സേഫ്റ്റി വയലേഷനാണ്. അത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു BP മെഷീൻ ആദ്യം ഓഫ് ചെയ്തിട്ട് വാല്യൂ എഴുതരുത്. എഴുതിയിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ മെഷീൻ ഓഫ് ചെയ്യുക. അങ്ങനെ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ വാല്യൂ എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അവസാനം ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഈ പേഷ്യനോട് പറഞ്ഞിട്ട് നിങ്ങളിത് ചാർട്ട് ചെയ്യുക. അതായത് ന്യൂസ് ചാർട്ടിലോട്ട് ചാർട്ട് ചെയ്യുമ്പോൾ കോളം തെറ്റിപ്പോകാതെ കറക്റ്റായിട്ട് നോക്കുക, വാല്യൂ കറക്റ്റായിട്ട് ചെയ്യുന്ന രീതിയിൽ ചാർട്ട് ചെയ്യണം. ചാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് നമ്മളുടെ എത്ര സ്കോറിലാണ് എന്തെല്ലാം സ്കോർ എടുക്കണം, എത്ര സ്കോർ വരുമെന്ന് നോക്കിയിട്ട് അത് വെച്ചിട്ട് പ്ലാൻ വെച്ചിട്ട് എസ്കലേറ്റ് ചെയ്യണം. ഇതിൽ പേഷ്യനോട് പറയണം, എനിക്ക് വേണ്ടി ഞാൻ ഇതിനകത്ത് ചെയ്യാൻ പോകാമെന്ന് പറയണം. എക്സാമിന് തേക്കുകയും വേണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി പോരാം. ഇങ്ങനെയാണ് നമ്മുടെ ഫിസിയോളജിക്കൽ അസസ്മെൻറ്റ് സ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആ സ്റ്റേഷനിലേക്ക് പോകുന്നില്ല, ഞങ്ങൾക്ക് ചാർട്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചാർട്ടിനെ കുറിച്ച് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂസിലൻഡ് ഹോസ്പിറ്റൽ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ന്യൂസിലൻഡ് ഹോസ്റ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ വിജയകരമായിട്ട് ഓസ്ട്രേലിയൻ ഹോസ്റ്റി, അതുപോലെ തന്നെ UK ഹോസ്റ്റി, ഐറിഷ് ആപ്റ്റിറ്റ്യൂഡ് 3 ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഈ 4 ഹോസ്റ്റിയും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. നമ്മൾ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്, ന്യൂസിലൻഡ് ഹോസ്റ്റി ഇമ്പോർട്ടൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആക്റ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഷോർട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറിച്ച് ഒതൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എത്തിക്കഴിഞ്ഞാൽ, കാരണം ഈ സ്റ്റേഷൻസൊക്കെ ഞാൻ റിവ്യൂ ചെയ്ത് നോക്കിയപ്പോൾ മജോറിറ്റി 2 രാജ്യങ്ങളുടെ കോപ്പി അടിച്ച് വെച്ചിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. അതായത് കുറച്ച് ഓസ്ട്രേലിയയുടെ കുറച്ച് UK കോപ്പി അടിച്ച് മിക്സ് ചെയ്തായിരിക്കും തോന്നുന്നു. പക്ഷേ അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പ്രിയംറ്റീവായിട്ട് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലൊരു വണ്ടർഫുൾ വീഡിയോ ആയിട്ട് ഞാൻ മുസ്ലിൻ്റെ ഒരു സീരീസ് ഓഫ് വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാ സ്റ്റേഷനും ഞാൻ മുസ്ലിം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ വണ്ടർഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഉടനെ തന്നെ. സോ അതുവരെ താങ്ക് യു വെരി മച്ച്.